തെരഞ്ഞെടുപ്പ് കാലത്ത് പാരഡി ഗാനങ്ങൾ ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അത് എല്ലാ മുന്നണികളും പാരഡി ഗാനങ്ങൾ, അത് സിനിമാ ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങളുടെയൊക്കെ പാരഡി ഗാനങ്ങൾ ഇറക്കാറുമുണ്ട്. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം പാരഡി ഗാനങ്ങളിൽ ഏറ്റവും ഹിറ്റ് നേടിയത് അല്ലെങ്കിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് UDFന്റെ പ്രചാരണ ഗാനമായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന ആ ഒരു ഗാനമാണ്. അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടി. അത് പക്ഷേ പലരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരെ ഇപ്പോൾ DGPക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയാണെങ്കിൽ അന്വേഷിച്ച് കേസെടുക്കാൻ വേണ്ടി ADGPക്ക് കൈമാറിയിരിക്കുകയാണ് DGP. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അയ്യപ്പന്റെ പേര് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദുരുപയോഗം ചെയ്തു, ചൂഷണം ചെയ്തു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഗാനത്തിനെതിരെ CPM നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാണ്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി നൽകാനും തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. നോക്കൂ, ഇവിടെ പാരഡി ഗാനങ്ങൾ ആദ്യമായിട്ടല്ല ഇറങ്ങുന്നത്. എന്തിന് ഈ അയ്യപ്പ ഗാനം, ഭക്തി ഗാനങ്ങൾ തന്നെ നേരത്തെ CPMഉം ഇത്തരം തെരഞ്ഞെടുപ്പ് കാലത്ത് പാരഡി ഗാനമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അപ്പോൾ എന്തുകൊണ്ട് ഇത്തവണ മാത്രം ഈ ഗാനത്തിനെതിരെ LDF രംഗത്തെത്തുന്നു എന്നതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് തോൽവി അവരെ വെപ്രാളപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണോ ഈ ഗാനത്തിനെതിരെ അവർ രംഗത്തെത്തുന്നത് എന്നതാണ് ചോദ്യം. അജിംസിന് എന്ത് തോന്നുന്നു? എന്തിനാണ് ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM ഈ ഗാനത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? LDF തോറ്റു. LDFന്റെ തോൽവി കാരണം എന്താണ്? ഈ പാട്ടാണെന്ന് അവർക്ക് തോന്നി. കാരണം ഈ പാട്ട് അത്ര വൈറലായിരുന്നു. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പലരും ഈ ഇൻസ്റ്റയിൽ തന്നെ പോസ്റ്റർ ഉണ്ടായിരുന്നു, ഹൗ ക്യാൻ ഐ അൺഹേഡ് അൺലിസൺ ദിസ് സോങ് എന്ന് പറഞ്ഞു. കാരണം ഇതിങ്ങനെ ലൂപ്പ് മാതിരി ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്ര രസമാണ് എൻ്റെ വരികൾ രസമായതുകൊണ്ട്, വളരെ സിമ്പിളായതുകൊണ്ട് ഇതിങ്ങനെ ആൾക്കാർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആളുകളുടെ എന്താണ് വോട്ടിംഗ് പാറ്റേണിനെയോ പൊളിറ്റിക്കൽ തോട്ട് പ്രോസസിനെയൊക്കെ സ്വാധീനിച്ചേക്കാം. ഇപ്പോൾ ഒരു പക്ഷേ LDFന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ LDFന് വോട്ട് ചെയ്ത് കളയാം, അവർ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്, നല്ല സർക്കാരാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരെ പോലും ഈ ശബരിമല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർപ്പിക്കാൻ ഈ പാട്ട് സ്വാധീനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് LDF കരുതുന്നത് കൊണ്ടാണ് ആ പാട്ടിനെതിരെ രംഗത്ത് വരുന്നത്. അതർവൈസ് അതൊരു പാട്ടാണ്, അതിന് ഒരു പ്രശ്നമില്ല. കാരണം ഭക്തിഗാനങ്ങളുടെ ട്യൂണിൽ എത്രയോ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഭക്തിഗാനങ്ങളുടെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങി. ഈ കാലത്ത് മാത്രമല്ല, ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ മുന്നണികളും ഭക്തിഗാനങ്ങളുടെ ട്യൂൺ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വൻതോതിൽ സാധാരണക്കാർ മുതൽ എല്ലാ ക്ലാസ്സിലും പെട്ട ആൾക്കാർ ആ പാട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ പാട്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് സൈബർ പോരാളികൾ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ അതിനെതിരെ ഇത് വലിയ പ്രശ്നമാണ്, അയ്യപ്പനെ അപമാനിച്ചു, ഭക്തിഗാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വിശ്വാസത്തെ അപമാനിച്ചു പറഞ്ഞ് രംഗത്ത് വരുവാണ്. അതെങ്ങനെയാണ് വിശ്വാസത്തെ അപമാനിക്കുന്നതാണ്? അതിലെവിടെയും ആ പാട്ടിലെവിടെയും എന്താണ് ആ ഭക്തിഗാനത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടല്ല അതിൻ്റെ ട്യൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പ്ലോട്ട് എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? പ്ലോട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിച്ചതാണോ പ്രശ്നം? അങ്ങനെയാണ് അതിന് മറുപടി പറയണം. അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു, അതിനെ സർക്കാരുമായി CPMുമായി ചേർത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസപരമായ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് കുറ്റമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി പറഞ്ഞായിരുന്നു അവരത്. ആ പാട്ടിറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇത് എന്താണ് ഒരു വിശ്വാസ കാര്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് പാടില്ല. മുമ്പ് മാർപ്പാപ്പയുടെ ചിത്രം അച്ചടിച്ച് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ചിത്രം അച്ചടിച്ച് വിതരണം ചെയ്തതാണ് PC തോമസിനായ അയോഗ്യനാക്കിയത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേസിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അയ്യപ്പനെ വെച്ച് വോട്ട് തേടുന്നു എന്നൊരു റിയൽ കേസ് ഉണ്ടെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. ഈ പാട്ട് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. അന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഇത് അങ്ങ് സക്സസ് ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും LDF. ആ പാട്ട് അവരും കേട്ടിട്ടുണ്ടാവും, അതങ്ങനെ ആളുകളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിലെമ്പാടും വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയും അത് ആളുടെ വോട്ടിംഗ് പാറ്റേൺ പൂർണ്ണമായും അക്രോസ് ഓൾ കേരള എല്ലായിടത്തും മാറുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും കണക്കെടുത്താൽ തന്നെ LDFന് മുൻതൂക്കമുള്ള ജില്ലകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാടൊന്നും അങ്ങനെയാണ് ശബരിമല ഏറ്റിട്ടേ ഇല്ല, BJPയുടെ കയ്യിൽ നിന്ന് പോയി ഏറ്റിട്ടില്ല. അപ്പോൾ അതൊരു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശബരിമല എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് പോലെ അതല്ല കാണിക്കുന്നത്. അങ്ങനെയാണ് അത് പാലക്കാട് കാണണമായിരുന്നു. പാലക്കാട് ജില്ലയിൽ എവിടെയും അത് ബാധിച്ചിട്ടില്ല. ഞാൻ പാലക്കാട് ജില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം OBC കമ്മ്യൂണിറ്റി കൂടുതലുള്ളൊരു ജില്ല കൂടിയാണ് പാലക്കാട്. അപ്പോൾ അവിടെയൊന്നും അത് ബാധിച്ചിട്ടില്ല. പിന്നെ ചിലയിടത്ത് ബാധിച്ചിട്ടുണ്ടാകും. കുറേ പേരുടെയൊക്കെ എന്താണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പാട്ട് വഴി. പക്ഷേ ഈ പാട്ട് അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷവും ഹിറ്റാവുകയാണ്.
റിസൾട്ട് വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഇത് വലിയ തോതിൽ ഇൻസ്റ്റേ ഓടിയിരുന്നു. അതിനുശേഷം ഈ പാട്ടാണ് തോൽപ്പിച്ചതെന്ന് ഒരു നറേറ്റീവ് വന്നു. ആ നറേറ്റീവ് വന്നപ്പോഴാണ് ഈ എന്ത് ചെയ്യുന്നത്, CPM ഇതിനെതിരെ തിരിയുന്നത്. പക്ഷേ CPMൻ്റെ അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ്, അത് വിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിച്ചതല്ല പ്രശ്നം, അത് വീണ്ടും ഇവരെ ഹോണ്ട് ചെയ്യുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ പാട്ട് ഓടാൻ പോവുകയാണ്. മാത്രവുമല്ല ആ കേസ് കഴിഞ്ഞിട്ടില്ല, അതിൽ 2 CPM നേതാക്കൾ എന്ന് പറയുന്ന 2 പേര് ജയിലിലാണ്. ഒരു നടപടി എടുത്തിട്ടുമില്ല. അവർക്കെതിരെ നടപടി എടുക്കുമോ എന്ന് റിസൾട്ട് വന്നതിന് ശേഷവും ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അതായത് 2 പേർ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണ്, അവർക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ജാമ്യം കിട്ടാതിരിക്കുമ്പോൾ അവരെ മാറ്റണം, അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവരെ കോടതി ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. അതെന്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതും കോടതി വിധി വരുന്നവരെ കാക്കുന്നതിനാണ്? എന്തിനാണ് ഒരാളെ ഒരു പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്? അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ നമ്മൾ ഒരു സ്ഥാപനം അയാളെ സസ്പെൻഡ് ചെയ്യും. എന്തിനാണ്? സ്ഥാപനം അയാളെ സംരക്ഷിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സ്ഥാപനത്തിൻ്റെ സംരക്ഷണയിലല്ല അയാൾ ക്രൈം ചെയ്തതെന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ഒരിക്കലും സ്ഥാപനം അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാളെ മാറ്റി നിർത്തുന്നത് ആണല്ലോ. ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്. CPM ഭരിക്കുമ്പോൾ CPM-മായി വളരെ അടുത്ത ബന്ധമുള്ള 2 നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെ പോലീസാണ്, കോടതി മേൽനോട്ടത്തിലാണെന്നുള്ള ശരി. എന്തുകൊണ്ടാണ് ഇപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലേ എന്ന് ചോദ്യം ഉയരുന്നത്? എന്തുകൊണ്ടാണ്? അങ്ങനെ പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ സംരക്ഷണം അവർക്കില്ല എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് സുതാര്യമാക്കാൻ വേണ്ടിയാണ്. കാരണം അവർക്കൊരു തരത്തിലുള്ള സഹായവും ഭരണകൂടമോ പാർട്ടിയോ ചെയ്യുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാറ്റി നിർത്തുന്നില്ല എന്ന് ചോദിക്കുന്നത്. അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇവരെ സംരക്ഷിക്കുകയാണെന്നാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നത്തിലാണ് ഈ പാട്ട് വീണ്ടും വൈറലാവുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് CPM ഇപ്പോൾ ആശങ്കപ്പെടുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിനല്ല, ഇനി വരാൻ പോകുന്ന ഇമ്പാക്റ്റ് തടയാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്ടിനെതിരെ തിരിയുന്നത്. അതിൽ പാട്ട് എഴുതിയ ആൾ മുസ്ലിം ലീഗുകാരനാണ്. അയാൾ പഴയ ഫേസ്ബുക്ക് പോസ്റ്റർ തപ്പിയെടുക്കുന്നു. അയാൾ സ്ത്രീ വിരുദ്ധത പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ വേറെ എന്തൊക്കെയോ ജാതീയത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വ്യാപകമായ പ്രചാരണമുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും, അയാൾ അത്ര ഫസ്റ്റ് പുള്ളിയൊന്നും ആയിരിക്കില്ല, നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ പാട്ടിൻ്റെ മെറിറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങൾക്ക് ഇതിനെതിരെ സംസാരിക്കുന്ന ഉത്തരം പറയണം. ഒന്ന്, വിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നിങ്ങളുടെ കേസെങ്കിൽ നിങ്ങൾ അത് ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിപ്പെടണമായിരുന്നു. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലല്ല പരാതിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പരാതി വഴി പോയിട്ടുള്ള ആൾ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിൽ പാട്ട് എഴുതുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെ അയ്യപ്പനെ അവഹേളിക്കുന്നതാവുന്നു? അയ്യപ്പൻ്റെ സ്വർണം പോയി, സ്വർണം മോഷ്ടിച്ചു, അത് ഇന്ന ആളുകളാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു പാട്ട് ഇറങ്ങുന്ന അയ്യപ്പനെ അവഹേളിക്കലല്ലോ, അയ്യപ്പനെ സഹായിക്കലാണല്ലോ അത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പൊള്ളലിൻ്റെ കാരണം, ഇപ്പോൾ പൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നുമല്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നുള്ള ഭയം മാത്രമാണ്. പക്ഷേ ഇതിങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ വീണ്ടും വീണ്ടും ഈ പാട്ടിലൂടെ ആളുകൾ ഇങ്ങനെ ഓർക്കുന്നു, സംസാരിക്കുന്നു. അതാണോ CPM-നെ നിരാശപ്പെടുത്തുന്നത്? അതോ ഈ പാട്ടിലൂടെയും വർഗീയത എടുത്തു പറയുകയാണോ അവർ? CPM-ന്റെ പ്രശ്നം ഈ പാട്ട് തോൽപ്പിച്ചു എന്ന് എല്ലാവരും കൂടി പറഞ്ഞതാണ് CPM-ന് ആകെപ്പെടാം. ഒന്നാമത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു പരാജയം CPM ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അപ്പം മണിയാസന് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് V. ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിന് തലേദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷം, നാളെ നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ ആഘോഷം. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ അവർ ഭയാനകമാവിധം തോറ്റുപോയി. അത് അവർക്കുണ്ടാക്കിയ നിരാശ ചെറുതല്ല. അങ്ങനെ അവർ തോറ്റതിൻ്റെ ഒരു ആഘോഷം അപ്പുറത്ത് നടക്കവേ മാധ്യമങ്ങളിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഒരു സംഗതി വന്നു, തെരഞ്ഞെടുപ്പ് തൂക്കിയ ഗാനം. ഏത് ഗാനം? ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൻ്റെ റീൽ കണ്ടന്റ് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി, എല്ലാ ഡിജിറ്റൽ സ്പേസിലും വന്നു. സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവരും അത് കൊണ്ടാടാൻ തുടങ്ങി. അത് എഴുതിയതാരാണെന്ന് കണ്ടുപിടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, അവരുടെ ബൈറ്റുകൾ വരുന്നു. അപ്പോൾ CPM-ന്റെ ഇന്ന് ഈഗോ വർക്ക് ചെയ്യുന്നു. 2 തോൽപ്പിച്ച ഘടകം ഇതാണെങ്കിൽ ആ ഘടകം ഇല്ലാതാക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലാവാത്തത്, ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ വീണ്ടും പറഞ്ഞു, CPM-ന് കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതിൽ ഇത്ര കുഴപ്പം പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്ന്, ഈ പാട്ടാണ് തോൽപ്പിച്ചതെങ്കിൽ ആ പാട്ടിനെക്കുറിച്ച് പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയും ആൾക്കാർ ആ വിഷയത്തിൽ എൻഗേജ് ചെയ്യല്ലേ, വിട്ടുകളയാനല്ലേ ശ്രമിക്കേണ്ടത്, ആ എപ്പിസോഡ് അടയ്ക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അതാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പാട്ട് ഏറ്റെടുത്ത് പറയുമ്പോൾ ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ആ പാട്ടിൻ്റെ കണ്ടന്റ്, ഏതാണ് ആ പോറ്റി, അത് അന്വേഷിക്കാനല്ലേ കൂടുതൽ ശ്രമിക്കുക. അത് പിന്നെയും വലിയ ബാധ്യത ഉണ്ടാക്കാനാണ് പോകുക. അപ്പോൾ എന്തിനാണ് ഇവർ ഈ വള്ളി പിന്നെയും പിടിക്കുന്നതാണ് എൻ്റെ സംശയം. പഴയ ഗാനങ്ങളൊക്കെ കുത്തിപ്പോക്കുന്നു. പഴയത് പിന്നെ കൈരളി വന്ന പാട്ടൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ ഇതാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. 2 ഹിന്ദു ഭക്തിഗാനവും വിശ്വാസവും അതിന് പാരഡിയാക്കുന്നു. ഇത് ഹിന്ദു ഭക്തിഗാനമാണ്, ശരിയാണ്, സംശയമില്ല. പക്ഷേ ഈ ഹിന്ദു വേദഗ്രന്ഥങ്ങളിലെന്നുള്ള സാധനമൊന്നുമല്ല. ഇത് ഒരു ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഈ മുസ്ലിം ഫാൻറ്റസി സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടുള്ള അയ്യപ്പ ഭക്തിഗാനം ഒരു കാസറ്റ് പാട്ടാണ്. അത്തരം കാസറ്റ് പാട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പാരഡി കേരളത്തിലുണ്ടായിട്ടുണ്ട്. K. സുരേന്ദ്രൻ ഈ പാട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 1-2 തെരഞ്ഞെടുപ്പിൽ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സുരേന്ദ്രൻ്റെ പേരൊക്കെ വെച്ച് അയ്യപ്പൻ്റെ പേര് മാറ്റി സുരേന്ദ്രന് വോട്ട് തന്നൊക്കെ.
അന്ന് ഈ മതവികാരത്തെ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ CPM എവിടെയെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ എമ്പാടും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ആർക്കും ഇവിടെ പരാതി ഉണ്ടായില്ല. അപ്പോൾ ഇത് കരുണാകരനെതിരായിട്ടുള്ള പരാതിയുണ്ട്. അതാണ് കൈരളിയിൽ വന്നത്. കൈരളി വന്നത് മന്ത്രിയെ അയ്യപ്പോ, സ്വാമി അയ്യപ്പ എന്നുള്ളതിന്. മന്ത്രി കരുണാകരൻ്റെ ഈ ബെൻസ് കാറിലെ വേഗത ഒരു കാലത്ത് സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരനെ കളിയാക്കാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അതാണ് കൈരളി വന്ന പാട്ട്. അന്നൊന്നും ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം. ഞാൻ വീണ്ടും പറഞ്ഞത് ഹിന്ദുക്കളുടെ ഇതിലും പ്രാർത്ഥനാ മന്ത്രമല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള എന്തെങ്കിലും സൂക്തങ്ങളൊന്നും അല്ലല്ലോ. ഇത് പുറത്തിറങ്ങിയിട്ടൊരു പോപ്പുലർ പാട്ടാണ്. ആ പാട്ടിനെ ചൊല്ലിയിട്ടുള്ള പലതരത്തിലുള്ള പാരഡി ഗാനങ്ങളുണ്ടായി. അങ്ങനെ ഒന്നാണിത്. അത് ഹിന്ദു ഭക്ത വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കല്ലേ ഇത് ആദ്യം ഫീൽ ചെയ്യണ്ടേ? ഇന്നൊരു ഹിന്ദു മതവിശ്വാസിക്ക് തോന്നണമല്ലോ, ശരിയാണല്ലോ രാജു എബ്രഹാം പറയുന്നത്, ഞങ്ങളുടെ മതവിശ്വാസത്തെ ആക്രമിക്കാനല്ലോ. അങ്ങനെ അവർക്ക് തോന്നുമോ ഇത് കേട്ടാൽ? എനിക്ക് സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ്? അയ്യപ്പന് വേണ്ടി ഒരു വോട്ട് എന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്നു ഞാൻ, നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു വോട്ട്, അങ്ങനെ പറഞ്ഞാൽ അത് എന്താണ്? ചട്ടലംഘനമാണ്. ഇതെങ്ങനെയാണാവുന്നത്? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പൊതുമുതലാണ് ഒരർത്ഥത്തിൽ, അല്ലേ? അവിടെ ഇരിക്കുന്ന സന്നിധാനവും അവിടുത്തെ മുതലെല്ലാം, അതെല്ലാം ഒരു സർക്കാരിൻ്റെ ഭാഗമായ ആൾക്കാർ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ആരോപണമാണ് ഈ പാട്ടിനകത്തുള്ളത്. അല്ലാതെ മതവിശ്വാസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അതൊരു വസ്തുതയാണല്ലോ. ഇത് മുതലെല്ലാം അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് CPMൻ്റെ ആളുകളായിട്ട് നടിക്കുന്ന ആൾക്കാർ, CPMൻ്റെ ആളുകൾ, CPMൻ്റെ നേതാക്കൾ, ഇവരൊന്നും മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ CPM എനിക്ക് തോന്നുന്നില്ല ലോജിക്കലി നിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല ഇതെല്ലാം നമ്മൾ വിരുദ്ധ ഫലം ഉണ്ടാക്കുകയും ചെയ്യും. ആൾക്കാർ പിന്നെയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തിച്ച് നിർത്താൻ ഇത് ഗുണപ്പെടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ ഇതിൽ വിട്ടുകളയാണ് വിഷമിക്കേണ്ടത്. ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഉറ്റുനോക്കുന്നു CPM എന്തായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നുണ്ടാവും. പോലീസിന് ഇപ്പോൾ വർഗീയ വിഭജനത്തിൻ്റെ പേര് കേസെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കേസെടുത്ത് കളയും. കേസെടുത്താൽ CPMൻ്റെ ഒരു പ്ലാൻ എന്താണ്, തുടർ പ്ലാൻ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്തായാലും എന്താണ്, ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ ഇപ്പോൾ നോക്കൂ, ആ സംഭവം നടന്നിട്ടുള്ളതാണല്ലോ, അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതും, കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്ത ആളെ പോലീസ് കണ്ടെത്തി, ആ പോലീസ് കണ്ടെത്തിയ ആൾ ജയിലിലാണ്. ആ ജയിലിലെ അയാളെ ഇവർക്ക് ഇപ്പോഴും തള്ളിപ്പറയാൻ കഴിയുന്നില്ല, സംരക്ഷിക്കുന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കേ. അപ്പോൾ ഈ പാട്ടിനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മഹാ കോമഡിയാണ്. യെസ്, അതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ തോറ്റു. നല്ല തിരിച്ചടി തന്നെ LDFന് നേരിടേണ്ടി വന്നു. അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പരിശോധിച്ച് ആ പിഴവുകൾ തിരുത്തേണ്ടതിന് പകരം ഇങ്ങനെയൊരു ഗാനത്തിന് പിറകെ, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തി, അല്ലെങ്കിൽ അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പരാതി നൽകാൻ പോകുന്നത് അത്ര ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല.